നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും വരാറുണ്ട്. ഞാൻ ഈ കുഞ്ഞുങ്ങളെ നല്ല രീതിയാണല്ലോ വളർത്തിയത്, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പെരുമാറുന്നത്? ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനുള്ള പരിഹാര മാർഗങ്ങളും. എൻ്റെ പേര് ഡി ജോയിക്കുട്ടി, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രാക്ടീഷണർ. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങൾ അറിയാം. നമ്മുടെ ഗർഭത്തിൽ ഉരുവാകുന്ന കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ വളർച്ചകൾ, ആ കുഞ്ഞിനെ നമ്മൾ പരിപാലിക്കുന്ന രീതികൾ, ആ ഗർഭിണിയായ ആ അമ്മയെ കുടുംബം പരിപാലിക്കുന്നത് എങ്ങനെ, ഇതെല്ലാം നമുക്കറിയാം. അതായത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരമ്മ എത്രമാത്രം തയ്യാറെടുപ്പോടുകൂടെയാണ് ആ കുഞ്ഞിനെ ഗർഭത്തിൽ വഹിക്കുന്നത്. അതായത് ധാരാളം കാരണങ്ങൾ ആ കുഞ്ഞിൻ്റെ നന്മയുടെ ഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മിക്ക കുഞ്ഞുങ്ങളും നല്ല സ്വഭാവം, നല്ല ഇടപെടലുകൾ, നല്ല പക്വത, നല്ല വിനയം, നല്ല ഒരു സ്വഭാവ സവിശേഷതയോടുകൂടിയാണ് വളരുന്നതെങ്കിൽ, മറുവശത്ത് കുറച്ച് കുട്ടികൾ അവർ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസാണ് കാണിക്കുന്നത്. മാതാപിതാക്കൾക്കും ടീച്ചേഴ്സിനും സമൂഹത്തിനുമൊക്കെ അവർ ചിലപ്പോൾ ഒരു ദുഃഖമായിട്ട് മാറാറുണ്ട്. അതായത് ഈ കുഞ്ഞ് നമ്മുടെ ആ ഉള്ളിൽ വരുന്ന, ആ വസിക്കുന്നതിന് മുമ്പ് തന്നെ ഈ അമ്മ തയ്യാറെടുക്കണമെന്ന് പറഞ്ഞു. ആ അമ്മയിലുള്ള നെഗറ്റീവ് ഇമോഷൻസ് ആണോ അതോ പോസിറ്റീവ് ഇമോഷൻസ് ആണോ കൂടുതലുള്ളത്? അതായത് കുഞ്ഞ് ഗർഭത്തിലായി കഴിയുമ്പോൾ മുതൽ ആ അമ്മയിലുള്ള ചിന്തകൾ, ആ അമ്മയിലുള്ള ഓരോ ഭാവങ്ങളും ഇടപെടലുകളും എല്ലാം ആ കുഞ്ഞിനെ സ്വാധീനിക്കുന്നു. അതായത് ഒരു ഗർഭിണിയായി കഴിയുമ്പോൾ മുതൽ ആ കുഞ്ഞിലേക്ക് വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? അതായത് 2-3 പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയാം. അതായത് വിവാഹം കഴിച്ച് ഉടനെ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന ദമ്പതികൾക്ക് പെട്ടെന്ന് കുഞ്ഞുണ്ടാകുന്നു. അതല്ല, ഈ കുഞ്ഞ് ഉണ്ടാകുന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ഉള്ള സംശയം. ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ച ആൾക്ക് പെൺകുഞ്ഞ് വരുന്നു, പെൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചവർക്ക് ആൺകുഞ്ഞ് വരുന്നു. അവിടെയും ഒരു പ്രയാസം. അതേപോലെ നേരത്തെ പല പ്രാവശ്യം ഗർഭിണിയായി അത് എല്ലാം നമുക്ക് കിട്ടാതെ പോയ ആ ഒരു നഷ്ടബോധത്തോടെ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അതേപോലെ കുടുംബത്തിൽ, അതായത് ഗർഭിണിയായത് മൂലം കുടുംബത്തിലുള്ള ഭർത്താവിനും മറ്റ് കുടുംബാംഗങ്ങൾക്കും അനിഷ്ടമായിട്ട് വരുന്ന സാഹചര്യത്തിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥ, ഗർഭസ്ഥ ശിശു ഇങ്ങനെ ഇരിക്കുകയാണ്, ഗർഭിണിയാണ്. അപ്പോൾ അതേപോലെ പല കാരണങ്ങൾ ഈ അമ്മയിലേക്ക് പ്രഷർ ചെലുത്തുകയാണ്. വളരെ വളരെ ധാരാളം കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെല്ലാം ആ കുഞ്ഞിലേക്കാണ് വരുന്നത്, ആ കുഞ്ഞിലേക്ക് കൊടുക്കുകയാണ്. അതായത് ഈ അമ്മ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്ന ഓരോ കാര്യങ്ങൾ, കണ്ടും കേട്ടും, അതായത് സ്പർശിച്ചും എല്ലാ വിധത്തിലും ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്നത് നമ്മുടെ ആ അമ്മയിലേക്ക് വന്നിട്ട് അത് സ്ട്രെസ് ഹോർമോണുകൾ ആയിരുന്നു. നമുക്കറിയാം, കോർട്ടിസോൾ, അഡ്രിനാലിൻ എന്നീ ആ സ്ട്രെസ് ഹോർമോണുകൾ ഉണ്ടാകുന്നു. ആ സ്ട്രെസ് ഹോർമോണുകൾ അതായത് രക്തക്കുഴലുകളിലൂടെ പ്ലാസൻ്റ വഴി അത് കുഞ്ഞിലേക്ക് എത്തുന്നു. ഈ കുഞ്ഞിലെത്തി അത് കുഞ്ഞിൻ്റെ ബ്രെയിനിലേക്ക് ആ ഹോർമോണുകൾ, ആ സ്ട്രെസ് ഹോർമോണുകൾ എത്തുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിലുള്ള ഈ ഗർഭിണിക്ക് കൊടുക്കുന്ന പരിചരണം, ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന സന്തോഷം, സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന സന്തോഷം എത്രമാത്രമുണ്ട്. അതായത് വളരെ വേദനയും സ്ട്രെസ്സും ശാരീരികവും മാനസികവുമായ മുറിവുകൾ ഉള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഗർഭിണിയായ ആ സമയത്ത് അവൾ ഏൽക്കുന്ന മുറിവുകൾ ആ കുഞ്ഞിലേക്കാണ് ആ മുറിവുകൾ എത്തുന്നത്. ആ കുഞ്ഞ് ഇത് വഹിക്കുകയാണ്. നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ പാടുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ഓരോ ചലനങ്ങളും ഈ കുഞ്ഞിലേക്ക് എത്തുകയാണ്. ഈ കുഞ്ഞ് പിറന്ന് വീഴുമ്പോൾ മുതൽ ആ കുഞ്ഞിൽ ഇതിൻ്റേതായ സവിശേഷതകൾ, അതിൻ്റെ റിസൾട്ട്സ് വരികയാണ്.
നാം ഏറ്റവും കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനത്തിൽ, അതായത് ഭർത്താക്കന്മാരിൽ നിന്നുള്ള, അതായത് മുറിവുകൾ, ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങൾ, പിന്നെ പലതരത്തിലുള്ള മുറിവുകൾ ഒരു ഗർഭിണിയെ, ആ കുട്ടിയെ ബാധിക്കുന്നു, മോശമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ ആ കുഞ്ഞിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. ആ കുഞ്ഞിന് വെയിറ്റ് ഇല്ലാതെ വരുന്നു, ആ കുഞ്ഞിന് പിന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ. അത് വളർന്നു വരുംതോറും അതിന് സ്ട്രെസ്, ഹോർമോൺ ഇൻബാലൻസ്, പഠന വൈകല്യങ്ങൾ, ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കുറവ്, ഇങ്ങനെ പല കാരണങ്ങൾ ആ കുഞ്ഞിലേക്ക് വരികയാണ്. എന്നിട്ട് ഈ കുഞ്ഞിലേക്ക് നെഗറ്റീവ് ഇമോഷൻസ് വർദ്ധിച്ചു വരികയാണ്. അതായത് ഭയം, അതേപോലെ എന്തിനോടും അതൃപ്തി, ദേഷ്യം, പഠിക്കാനുള്ള ഇതില്ല, പഠിക്കാനുള്ള ഒരു ഊർജ്ജസ്വലതയില്ല, മാതാപിതാക്കളുടെ ഇഷ്ടമില്ല, സമൂഹത്തിലുള്ളവരുടെ ഇഷ്ടമില്ല, ടീച്ചേഴ്സിനോട് ഇഷ്ടമില്ല. ഇങ്ങനെ വരുന്നിടത്തെല്ലാം അവർക്ക് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ ഇതിന് പരിഹാരം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലുണ്ട്. അതായത് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത്, ഇതിനുള്ള പരിഹാരമായിട്ട് പറയുന്നത്, ആദ്യമേ ഈ അമ്മ നല്ല രീതിയിൽ ജീവിതത്തെ, അതായത് നല്ല രീതിയിൽ സമ്മർദ്ദങ്ങളില്ലാത്ത രീതിയിൽ കൊണ്ടുവരണം. അതായത് അവർ ഒരുങ്ങണം, വിവാഹത്തിന് മുമ്പ് തന്നെ എല്ലാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം. നല്ല കൗൺസിലിങ്ങിലൂടെ, നല്ല സൈക്കോളജി സ്റ്റഡിയിലൂടെ എല്ലാം ഇത് മനസ്സിലാക്കണം. എന്നിട്ട് ഈ കുഞ്ഞിനെ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഈ കുഞ്ഞിൽ ഇതിൻ്റെ സമ്മർദ്ദങ്ങളെല്ലാം നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാ സമ്മർദ്ദങ്ങളും സ്ട്രെസ്സും നമ്മൾ പിടിച്ചെടുക്കുകയല്ല വേണ്ടത്. അതായത് ഞാൻ എങ്ങനെയാണ്, എൻ്റെ പ്രസവം ഇത് സിസേറിയൻ ആയിരിക്കുമോ, നോർമലാണോ, എൻ്റെ മരുന്നുകൾ എങ്ങനെയാണ്, എൻ്റെ സാമ്പത്തിക പ്രശ്നം എങ്ങനെയാണ്, എനിക്ക് വരുന്ന ആദ്യകാല ബുദ്ധിമുട്ടുകളെല്ലാം എനിക്ക് നേരിടാൻ പറ്റും. ഇങ്ങനെ പല സമ്മർദ്ദങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ സമ്മർദ്ദങ്ങളൊന്നും, ഈ സ്ട്രെസ്സൊന്നും നമുക്കൊരു പ്രയോജനവും ചെയ്യുന്നില്ല. അതായത് NLPയിൽ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ പോസിറ്റീവ് അഫർമേഷൻസ്. ഈ ഗർഭിണി രാത്രിയിലും രാവിലെയും എഴുന്നേറ്റ് അവർ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് പറയുക. അതേപോലെ സ്വിഷ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഈ നമ്മുടെ സ്ട്രെസ്സിനെയൊക്കെ പരിഹരിക്കുവാനും നല്ല ഒരു സാഹചര്യം ഉണ്ടാകുവാനും, അതേപോലെ ബ്രീത്തിങ് എക്സസൈസ്, യോഗ, മെഡിറ്റേഷൻ, ധ്യാനം, അങ്ങനെ പല ഘട്ടങ്ങൾ നമുക്ക് ഉണ്ട് ഇതിനു വേണ്ടി. നമുക്ക് നമ്മുടെ സ്ട്രെസ്സിനെ ഈ സമയത്ത് മാറ്റുന്നതിനായിട്ട് അതുപോലെ തന്നെ റീഫ്രെയിമിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ചിന്തകളെ, നമ്മൾ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ നമ്മളിൽ വരാതിരിക്കുവാനുള്ള പരിശ്രമങ്ങൾ, നമ്മൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ ശാരീരികവും മാനസികവുമായ ആ വലിയ ഒരു ഉണർവിന് വേണ്ടി നമ്മളൊരു പുതിയ ഒരു കുഞ്ഞ് ഈ ലോകത്തിന് നമ്മൾ കൊടുക്കുകയാണ്. അത് ആ ഒരു ചിന്തയോടുകൂടി എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പിന്നെ നല്ല കാര്യങ്ങൾ വായിക്കുക, നല്ല കാര്യങ്ങൾ കേൾക്കുക, വേദനയിലൂടെയും ദുഃഖങ്ങളിലൂടെയുമുള്ള കാര്യങ്ങളിൽ പോകാതെ എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. അതാണ് NLPയും പറയുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതായിരിക്കണം, നമ്മൾ കാണുന്നതെല്ലാം നല്ലതായിരിക്കണം, നമ്മൾ തൊടുന്നതെല്ലാം നല്ലതായിരിക്കണം. നമ്മൾ ഭയത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇല്ലാത്ത ഒരവസ്ഥയിലായിരിക്കുമ്പോഴാണ് നമുക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഈ സമൂഹത്തിനും നമുക്കും കൂടുതൽ സന്തോഷം നൽകുന്നവരും നന്മ നിറഞ്ഞവരുമായിട്ടിരിക്കുന്നത്. നന്ദി, നമസ്കാരം.